വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി. ഇപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിൻ്റെ വ്ളോഗാണിത്. ഇനി അടുത്തത് വൈവയ്ക്കൊക്കെയാണ് എനിക്ക് തിരിച്ചു പോകേണ്ടത്. ഞാനങ്ങനെ വീട്ടിലെത്തി. കുറേ നാളിന് ശേഷം വീട്ടിലെത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. വീട്ടിലെത്തുമ്പോൾ എന്താണെന്നറിയണില്ല, ഒരു ഭയങ്കര റിലീഫാണ്. ഇത്തവണ എനിക്ക് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. നോർമലി ഞാൻ വീട്ടിലെത്തുമ്പം അമ്മ കാണും. അപ്പം ഇത്തവണ അമ്മയ്ക്ക് സ്കൂളുള്ളതുകൊണ്ട് അമ്മ ഉണ്ടായിരുന്നില്ല. ഞാനും അച്ഛനുമായിരുന്നു ഉണ്ടായിരുന്നത്. ബസ് ആയതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. വേഗം ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. ഞാൻ ബസ്സിലാണ് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരാറ്. അപ്പം ബസ്സിലായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ ട്രാവലിൻ്റെ ഒക്കെ ഒരു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോർമലി നേരെ വന്ന് ഫ്രഷ് ആവാണ് ചെയ്യാറ്. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ക്ഷീണമൊക്കെ മാറുമല്ലോ. അപ്പം ഇതാണ് എൻ്റെ റൂം. ഇനി നേരെ ഞാൻ ചായ കുടിക്കുകയാണ്. അച്ഛൻ എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നോർമലി മോർണിംഗ് ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കുമ്പം ഒരു സുഖമാണ്, എന്താണെന്നറിയില്ല. എനിക്കല്ലെങ്കിൽ തലവേദനയൊക്കെ എടുക്കാറുണ്ട് ചായ കുടിച്ചില്ലെങ്കിൽ. അപ്പം ഇതൊക്കെ ഇവിടുത്തെ ഒരു ചെറിയ ഗാർഡനാണ്. എൻ്റെ അച്ഛനാണ് ഇതെല്ലാം നോക്കാറ്. അമ്മയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ അമ്മയും നോക്കാറുണ്ട്. എന്നാൽ അച്ഛനാണ് ഇതിനോടൊരു കൂടുതൽ ക്രേസ് ഉള്ളത്. കുറേ നാളിന് ശേഷമാണ് ഞാനിത് വീണ്ടും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വ്ളോഗൊക്കെ എടുക്കുകയാണ്. ഇതെൻ്റെ അച്ഛൻ ഇടയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അന്ന് ഞാൻ വന്ന ദിവസം 1-ാം തീയതി ആയിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാനും അച്ഛനായിരുന്നു പോയത്. കാരണം അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ സ്കൂളിൽ പോയേക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അമ്മ ആലപ്പുഴയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മ അവിടെ തന്നെ ഒരു ഹൗസ് റെൻറ്റിനടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. അമ്മ ഫ്രൈഡേയ്സാണ് വരാറ് വീട്ടിലേക്ക്. അപ്പം ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ബൊഗെയിൻ വില്ലയാണ്. ആക്ച്വലി ഇതിൽ നിറയെ പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാവാം അധികമൊന്നും ഇല്ല. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്കൂട്ടറൊക്കെ എടുത്ത് റെഡിയായിട്ട് വരികയാണ്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ ബാഗും കൊണ്ട് എവിടെയാണ് പോകുന്നതെന്ന്. വേറെ ഒന്നുമല്ല, ഈ ബാഗിനകത്ത് തേക്കാനൊക്കെ ഉള്ള തുണികളാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി അവിടെ ഒരു തേക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കൊടുത്തിട്ടാണ് പോകാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബാഗൊക്കെ എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾ പോണ വഴിയാണ്. ഇത് ഞാൻ എപ്പോഴും മിക്ക വ്ളോഗ്സിലും കാണിക്കാറുള്ളതാണ്. വെള്ളായണി അമ്പലമൊക്കെയാണ്. അപ്പോൾ അതാ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അച്ഛൻ തേക്കാനുള്ള തുണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ്. എനിക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അതിനേക്കൊരു ഷോപ്പിൽ പോയി അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ എപ്പോഴും ഡ്രസ്സുകളൊക്കെ എടുക്കാറ്. ദെൻ ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് അന്ന് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് എനിക്കങ്ങനെ കുക്ക് ചെയ്യാനൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി ഞാനും അച്ഛനും ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാറ്. ഇന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ കുറേ നാളായി കേരള ഫുഡ് കഴിച്ചിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ പോയി. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ അച്ഛൻ്റെ സ്കൂട്ടർ ഒന്ന് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ ഞങ്ങൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ ലൈറ്റിനോ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങി. ദെൻ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഇതേപോലെ തന്നെ രാവിലെ ചായ കുടിച്ചു. അന്ന് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത്. രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ചെറിയ ബിറ്റ്സാണിത്. അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ അമ്മയുടെ ഫുഡ് ഒരുപാട് മിസ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ, അമ്മയ്ക്കും വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുണ്ടല്ലോ. അതുവരേക്കും ഞാൻ കുക്ക് ചെയ്യും. അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയാണത് കുക്ക് ചെയ്യാറും ഒക്കെ. അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ വെച്ചു, അച്ഛന് കൊടുത്തു. അച്ഛൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം എനിക്ക് റെക്കോർഡ്സ് ഇപ്പോൾ എഴുതാനുണ്ട്. വൈവയ്ക്ക് മുമ്പ് നമുക്കതാണ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പം ഞാൻ റെക്കോർഡ്സൊക്കെ എഴുതുകയാണ്.
കുക്കിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ടൈമിന് റെക്കോർഡ്സ് എഴുതും. അങ്ങനെ അന്ന് ഈവനിങ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇവിടെ വരുമ്പം നോർമലി കുറച്ച് അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവുകയാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നതിന് ശേഷം താഴെ എത്തിയപ്പോൾ അച്ഛൻ വിളക്കൊക്കെ കത്തിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. ഇവൻ എപ്പോഴും അച്ഛനെ ഇങ്ങനെ നോക്കി ഇവിടെ കിടപ്പാണ് ഇവൻ്റെ പ്രധാന ഹോബി. അച്ഛനപ്പോൾ ബിസ്ക്കറ്റ്സോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. ഞങ്ങൾ പോകുന്നത് വെസ്റ്റ് ഫോർട്ടിൽ ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പം അവിടേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ എൻ്റെ അമ്മയൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ സ്ഥിരം വന്നുകൊണ്ടിരുന്ന അമ്പലമായിരുന്നു ഇത്. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളൊരു അമ്പലമാണിത്. എനിക്കും അതെ, ഒരുപാട് പോയിട്ടുള്ളൊരു അമ്പലമാണിത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയാണ് അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനേക്കാളും അച്ഛൻ്റെ ഒരു ചേട്ടനെ പോലെ അച്ഛൻ കരുതുന്ന ഒരു അങ്കിളുണ്ട്. അപ്പോൾ അങ്കിളുടെ കടയിൽ ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട അങ്കിളാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിനാണ് പോയത്. ആക്ച്വലി എനിക്ക് കുറച്ച് വളയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഫോർട്ട് വരെ ഒന്ന് പോയി. ഇത് വന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ്. കിഴക്കേ നടയിട്ട് ചേർന്നിരിക്കുന്നിടത്താണ് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ ചെന്ന ദിവസം ഒരുപാട് ആളുണ്ടായിരുന്നു. പുറത്തു നിന്നൊക്കെ വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആളുകളായിരുന്നു. എപ്പോഴും ഇവിടെ ക്രൗഡഡ് ആണ്. അപ്പോൾ എനിക്ക് കുപ്പിവള വാങ്ങണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കൂടെ കുപ്പിവള വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആക്ച്വലി അത് കണ്ടപ്പോൾ ഏത് വാങ്ങണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡസൻ കുപ്പിവളയൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പം ഇതാണ് അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ പോകുന്ന വഴിയിലാണ് പഴവങ്ങാടി ക്ഷേത്രം. ഇതാണ് അതിൻ്റെ ഒരു സൈഡ് വ്യൂ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.